ചില വാർത്തകൾ, വളരെ ദുഃഖകരമായ വാർത്തകൾ നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സമാധാന മതത്തിൻ്റെ വിളയാട്ടം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. എല്ലായ്പ്പോഴും അത് തന്നെയാണല്ലോ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമേ ഒരു സന്തോഷ വാർത്ത എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന നിലയ്ക്ക് നമുക്ക് പറയാവുന്നൊരു കാര്യം, ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിട്ടുകൊണ്ട് നടത്തിയ ഒരു മുന്നേറ്റം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പഹൽഗാം അറ്റാക്കിൽ ഓർക്കുന്നുണ്ടാവും, നമ്മളുടെ മതഭീകരത, ഇസ്ലാമിക ഭീകരത. അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ തയ്യബയുടെ ആളുകൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള TRF എന്ന് പറയുന്നൊരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക്, കശ്മീരിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെയുള്ള വിനോദസഞ്ചാരത്തിന് വന്നിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് അതിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് വരെ ആളുകളുണ്ടായിരുന്നു എന്ന് ഓർക്കണം, അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് അവരെ കലിമ ചോദിച്ച്, അവരെ മതം സ്ഥിരീകരിച്ച്, വെടിവെച്ച്, അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടായത് ഓർക്കുന്നുണ്ടാവും. അങ്ങനെ നടന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതിലൂടെ പാകിസ്ഥാനിലെ ഈ ടെറർ ഔട്ട്ഫിറ്റ്സ്, അവരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾക്ക് നേരെ നമ്മൾ നടത്തിയ അക്രമം, അത് തകർക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തി. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ ഒരു പഹൽഗാം അറ്റാക്കിൻ്റെ സൂത്രധാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ 3 പേരെ വധിച്ചു എന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നൊരു വാർത്ത. ഇതാണ് പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട് പറയാനുള്ളത്. ഇത് ഇന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസം ഒരു ഡിബേറ്റ് നമ്മുടെ പാർലമെൻറ്റിൽ നടക്കേണ്ടതായിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ 1-2 ചാനൽ ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് അവർ വിളിക്കുകയൊക്കെ ഉണ്ടായി, പക്ഷേ പിന്നീടൊന്നും കണ്ടില്ല. അതായത് അവിടെ ചർച്ച നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിബേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, അത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമ്മൾ കണ്ടത് അലങ്കോലപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നീട് അവിടെ കണ്ടത്, ആ ഒരു ഡിബേറ്റിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കുന്നില്ല, അതുപോലെ മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവിനെ അവിടെ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളൊരു സംഗതി. അപ്പം ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിൽ വന്നത്, ഈ വിഷയം സംബന്ധിച്ച്, പഹൽഗാം അറ്റാക്കും അതുപോലെ അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിബേറ്റ് വേണമെന്ന ആവശ്യം, അത് ഭരണകർത്താക്കളായിട്ടുള്ള, അല്ലെങ്കിൽ ഭരണം കയ്യിലുള്ള BJP സർക്കാർ അത് മുന്നോട്ട് വരുന്നു, അവരത് തയ്യാറാകുന്ന ഒരു കാഴ്ച കാണുന്നു. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത്, ആ ഒരു ഡിബേറ്റ് മാന്യമായ രീതിയിൽ നടക്കാതെ പോകുന്നു, അതിൽ പങ്കെടുപ്പിക്കാതെ ഇരിക്കുന്നു ആളുകളെ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ് സ്വന്തം കുഴി തോണ്ടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത് തങ്ങളാണെന്ന് ഇങ്ങനെ വേരി മുഴക്കി നടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഡിസ്പ്ലേ ചെയ്യേണ്ട സമയങ്ങളിലൊന്നും തന്നെ കോൺഗ്രസ് ഉയർന്നു വരുന്നില്ല എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാണക്കേടായിട്ട് മാറുകയാണ് കോൺഗ്രസിൻ്റെ പ്രകടനം എന്നുള്ളതാണ് അവിടെ അതിൽ പറയാനുള്ളത്. അങ്ങനെയുള്ളൊരു സംഗതി കൂടിയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 3 പേരെയാണ് വധിച്ചത് എന്നറിയാൻ കഴിയുന്നു. അതിൽ ഒരാളുടെ പേര് ജിബ്രാൻ എന്ന പേരുള്ള ഒരാൾ, അയാൾ ലഷ്കർ ഇ തയ്യബയുടെ ഒരു ഓപ്പറേറ്റീവാണ്. 2023 സോണാമാർഗ് ടണൽ അറ്റാക്ക്, അതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണെന്നും കൂടി അറിയുന്നു. നമുക്കൊക്കെ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിയതിനെക്കുറിച്ചൊക്കെ പുസ്തകമൊക്കെ എഴുതിയും, അല്ലെങ്കിൽ സിനിമ ഇറക്കിയും, ബയോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ, ഇവിടെ ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് എടുത്തു പറയുന്നത് എന്താണ്? ഞാൻ ആ ട്വിൻ ടവർ ഇടിച്ചിട്ട ആളാണ്, അയാളുടെ കൊച്ചുമകനാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന മാതിരി, എൻ്റെ ഉപ്പൂപ്പ ട്വിൻ ടവർ ഇടിച്ചിട്ട ആളായിരുന്നു എന്ന് പറയുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഭിമാനം കൊള്ളേണ്ട ഒരു ഗതികേട് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ പറയുന്ന കാക്കാമാർക്കല്ലാതെ വേറെ ആർക്കും ഇല്ല. ഇതാണ് നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിലാണ് നമ്മൾ പറയുന്നത് ഇതൊരു പേ പിടിച്ച മതമാണ് എന്നും ഇതിൽ നിന്നും വിട്ടകന്ന് നിൽക്കേണ്ട ഒരു ആവശ്യകത ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. അത് അവരെ ഉത്ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ അതിവിടെ ഉണ്ട്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല. ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാകുമ്പോഴേക്കും ആദ്യം വരുന്ന വാചകം എന്താണ്? തീവ്രവാദത്തിന് മതമില്ല എന്നും പറഞ്ഞാണ് വരിക. അതേസമയം വല്ല പശുവിനെ ആരെങ്കിലും തല്ലിക്കൊന്നു, അതിൻ്റെ പേരിൽ ആരെങ്കിലും വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും അത് ഹിന്ദു ഭീകരത എന്ന് പറഞ്ഞു വരും. അപ്പോൾ ചില ഭീകരതയ്ക്ക് മതം ഉണ്ടാവുകയും
ഈ പറയുന്ന ഭീകരത വരുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഭീകരത ഇല്ല എന്ന് എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, ഇത് തന്നെയാണ് സത്യത്തിൽ ഇവിടുത്തെ ഭീകരതയ്ക്ക് വളം വെക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനുള്ള കാരണം അതായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ജിബ്രാൻ എന്ന് പറയുന്ന ഒരാൾ ഈ ലഷ്കർ എ തയ്യബയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അയാളുടെ ഉപ്പൂപ്പ വലിയ സംഭവമായിരുന്നു എന്നാണ് പറയുന്നത്. വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. പിന്നെ മറ്റൊരാൾ സുലൈമാൻ ഷാ എന്ന് പറയുന്ന ഒരാൾ, ഉമ്മള സുലൈമാൻ, മാസ്റ്റർ മൈൻഡ് ഓഫ് പഹൽഗാം ടെറർ അറ്റാക്ക് ആണെന്നാണ് ആളെ കരുതുന്നത്. എന്തായാലും ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ പൂർത്തിയാക്കാൻ സമയമെടുക്കും എന്നാണ് പറയുന്നത്. എന്തായാലും അത് വരട്ടെ, അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഏതായാലും ഇത് അറിയുമ്പോൾ ഈ ഓപ്പറേഷൻ മഹാദേവ്, ഇനി ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടതിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്തത് ഇനിയിപ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാർ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത വർഷം മഹാദേവ്. ഇവിടെ എന്തെല്ലാം ദൈവങ്ങളുണ്ടായിരുന്നു, ഇവിടെ അള്ളാഹു വരെ ഉണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മഹാദേവ് നിട്ടു എന്ന് ചോദിച്ചിട്ടായിരിക്കും ഇവിടെ. എൻ്റെ പൊന്നണ്ണന്മാർ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു രാജ്യത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ കൾച്ചറലായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ എലമെൻസ് ആയിട്ട് പല സംഗതികളുണ്ടാവും. അത് എടുത്തു വെച്ചിട്ടാണ് അവരതിനെ മുന്നിൽ നിർത്തിയിട്ടാണ് അവരുടെ ആ റൂട്ട്സ് തേടിയിട്ട് പോവുക, അവരുടെ ലക്ഷ്യങ്ങളെ മുൻനിർത്തുക, അതിന് പേരിടുമ്പോൾ അത് ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ കാണുന്നു. ഞാൻ ഇവിടെ ഒരു ഇറാനിയൻ വനിതയായിട്ട് നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നതാണ് പറഞ്ഞത്. കാരണം എന്താണ്, അവർ എക്സ് മുസ്ലിമാണ്, അവർ വാചാലയാവുകയാണ് അവരുടെ പേർഷ്യൻ കൾച്ചറിനെ കുറിച്ചിട്ട്. എന്നുവെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ഇറാനിയൻ ഒരു പതാക നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ഇന്നുള്ളത് ഒരു ഇസ്ലാമിക് ചിഹ്നമാണ്, ഒരു ചന്ദ്രക്കലയും സാമാനും ഒക്കെയാണ്. എന്നാൽ അവരുടെ ഒറിജിനൽ ചിഹ്നം എന്ന് പറയുന്നത് ഒരു സിംഹമായിരുന്നു. അപ്പോൾ ഇസ്ലാമിക് റെജീമിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കൊടി ഉയർത്തുമ്പോൾ അതിലിപ്പോഴും അവർ ഈ പറയുന്ന ഇസ്ലാമിക് ചിഹ്നങ്ങളാണ് വെക്കുക. നമ്മളെ ചന്ദ്രക്കലയും മറ്റേ അമ്പിളിമാമൻ, അതാണ് അവരുടെ ചിഹ്നം. അതേസമയം അതിനെ തള്ളിക്കൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഉയർത്തി വെക്കുന്ന ആ ഒരു സംഗതിയിൽ നിൽക്കുന്ന ആളുകൾ, എന്ന് വെച്ചാൽ അവിടുത്തെ പുരോഗമനം പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ട് നിൽക്കുന്ന, ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന, ഈ പറയുന്ന കെടുതികൾക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ, അവർ ഒരു കൊടി വെക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഈ പറയുന്ന അമ്പിളിമാമനല്ല ഉണ്ടാവുക, അവിടെ ഉണ്ടാവുക ഈ സിംഹമാണ്. കാരണം ഈ സിംഹം എന്ന് പറയുന്നത് അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്, എന്താണ് സിറിയസ് എന്ന് പറയുന്ന ആ രാജാവ്, അതിൻ്റെ ഒരു തുടർച്ച, അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു പേർഷ്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് അവരവിടെ എടുത്തു വെക്കുക. അതോടൊപ്പം തന്നെ അവർ അതായത് നിങ്ങൾക്കറിയാം, ഇസ്ലാമിൽ ഏതെങ്കിലും തരത്തിലൊരു ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ പോലും ഇല്ല, ഒക്കെ ഹറാമാണ്. ആ കൂടി ഉള്ളത് രണ്ട് സാധനമാണ്, ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാൾ. ഈ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ കിടന്ന് കുഴിച്ചു മൂടലാണ് പരിപാടി. പിന്നെ കുറച്ച് പോത്തിറച്ചിയും തിന്നും, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആഘോഷമൊന്നുമില്ല, സിനിമ കാണാൻ പാടില്ല, മറ്റൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഒരു ആഘോഷത്തിനുള്ളൊരു അവസരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം നമുക്കിതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കാരണം എന്താണ്, നമുക്കിവിടെ ഓണം, വിഷു, ക്രിസ്മസ് ആഘോഷം ഏത് തന്നെ ആയാലും നമ്മളിവിടെ ഇസ്ലാം മതം കുത്തി നിറയ്ക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ ഇവിടെ പ്രശ്നം എന്താണ്, ഇവിടെ ഇസ്ലാമിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ കൂടി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു യഥാർത്ഥ ഒരു സുഡാപ്പിയുടെ പ്രശ്നം. അതല്ലാതെ ഒരു മുസ്ലിമിനെ ഒരു ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് നമ്മളുടെ ഒരു സാമാന്യ ജീവിതം കൈവരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നല്ല, ഒരു സ്വർഗ്ഗമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇറാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള ഇജാതി സാധനമൊന്നുമില്ല. അവിടെ ഉള്ളത് ഈ പറയുന്ന ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. പിന്നെ അതുകൂടാതെ നമ്മുടെ ആഷുറ, കത്തി എടുത്തിട്ട് മേല് മുഴുവൻ അടിച്ച് വരണ്ടാക്കി തല പൊട്ടിച്ച് ചോര ഒഴുകുന്ന ആ പരിപാടി, ഇതൊന്നും ഒരു ആഘോഷമായിട്ട് അവർ കാണാതെ ഇരിക്കുകയും, എന്നാൽ അവർക്ക് സന്തോഷം കണ്ടെത്താനുള്ള അവസരങ്ങൾ തേടി പോകുമ്പോൾ അവർ തേടി പോകുന്ന ഏതാണ്, അത് അവരുടെ സൊറാസ്ട്രിയൻ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആഘോഷങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇത് വെച്ചിട്ടാണ് അവരവിടെ അവരുടെ ഒരു ആഘോഷം കണ്ടെത്തുന്നതും. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആധുനിക പൗരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് കോമൺ ആയിട്ട് നിൽക്കാൻ ചില കാര്യങ്ങൾ വേണം. പക്ഷേ നിലവിൽ ഏതായാലും ഒരു രാജ്യം അതിർത്തി എന്നുള്ള രീതിയിൽ നിലനിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള ചില ഭീഷണികളൂടി ഉള്ളപ്പോൾ അവിടെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിലനിൽക്കുക അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാനിലുള്ള ആളുകൾ ഈ പറയുന്ന രീതിയിൽ അവരുടെ റൂട്ട്സ് തേടിക്കൊണ്ട് ഈ സൊറാസ്ട്രിയൻ മതത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ വിശ്വാസിയാകുക എന്നുള്ളതല്ല. ഓണം വരുമ്പോൾ ഓണത്തിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ, നിങ്ങൾക്കൊരു ഓണസദ്യ കഴിക്കാൻ നിങ്ങളൊരു സത്യ ഹിന്ദു ആകണമെന്നില്ല. നിങ്ങൾക്ക് ക്രിസ്മസിന് ഒരു കേക്ക് കഷ്ണം മുറിച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സത്യ ക്രിസ്ത്യാനി ആകണമെന്നില്ല. ഇനി ഏത് ആഘോഷമായിക്കോട്ടെ, ഒരു വിഷുവിന് നിങ്ങൾക്കൊരു പടക്കം പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്കൊരു ഹിന്ദു ആകണമെന്നില്ല. അതേപോലെ നിങ്ങൾക്ക് മുസ്ലിം ആകണമെന്നില്ല ഒരു പെരുന്നാളിന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഒരു പോത്തിറച്ചി തിന്നാനോ. പക്ഷേ
ഇവിടെ പറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാഘോഷം വന്നു കഴിയുമ്പോൾ അവർ മതം ഇറക്കി വെച്ച് കുത്തിത്തിരിയിട്ടാണ് പറയുക ഓണം ഉണ്ണാൻ പാടില്ല, അത് ഹറാമാണ്, അത് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പോൾ അവിടെ മതം തിരികുന്ന പരിപാടി ആരാ ചെയ്യുന്നത്? അത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല, അത് ചെയ്യുന്നത് കാക്കാമാർ തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് ഇതിനോടുള്ള വിയോജിപ്പും. നമ്മൾ അതുകൊണ്ടാണ് ഈ ഓണം അതുപോലെ വിഷു ക്രിസ്മസ് ഒക്കെ നമ്മൾ ആഘോഷിക്കുകയും ഈ പറയുന്ന ഇസ്ലാമിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. ഇത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിലെ പൊള്ളത്തരം അവർക്ക് തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മഹാദേവ് എന്ന് പറയുന്ന ഒരു പേരിട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് ഒരു മതപരമായ ഒരു സംഗതി എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് അവരുടെ നിത്യജീവിതത്തിൽ അവർ കൊണ്ടു നടക്കുന്ന ഒരു ആശയമാണ് എന്നും കൂടി വരുമ്പോൾ ചില എന്താ പറയുക സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൂടിയാണെന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള പേരുകളിടും. അതിനെ ആ രീതിയിൽ കണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഇതിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് ഇത് വലിയ വിഷയമാക്കി ഇത് മതപരമായ ആംഗിളിലേക്ക് കൊണ്ടുവത്തിക്കുമ്പോൾ സത്യത്തിൽ ഇത് വളമാകുന്ന ആർക്കാണ്? അത് സംഘികൾക്ക് തന്നെയാണെന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ പൊന്ന് മണ്ടൻ കോൺഗ്രസ്സുകാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അനാവശ്യമായ വിഷയങ്ങൾ ഇത് കുത്തിപ്പൊക്കി ഇതിൽ വലിയ ചർച്ച ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെയാണ് പാരയാവുക എന്നുള്ളത് ആണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്കിതൊന്നും വലിയ സംഭവമല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട് രാഹുൽ ഗാന്ധി ചില ഈ സന്യാസി വേഷമൊക്കെ ഇട്ടും അതുപോലെ തലയിലും മൂട്ടിലും വരെ കുറിയും തേച്ചിട്ട് നടക്കുന്ന ചില ചിത്രമൊക്കെ കണ്ടിട്ട് ആ എഴുന്നള്ളിപ്പ് നടത്തുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതൊക്കെ എഴുന്നള്ളിപ്പ് നടത്തുകയും ചെയ്യുക. ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന പരിപാടി അതും നിർത്തുക. അപ്പോൾ ഇത് ഒന്ന് ഓർമ്മിപ്പിക്കണം എന്ന് വിചാരിച്ചു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരമുണ്ട്. കാരണം ഇവിടെ സിന്ദൂർ എന്നിട്ടപ്പോൾ തന്നെ വലിയ പ്രശ്നമായിരുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ചന്ദ്രയാൻ എന്നിടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗഗൻയാൻ എന്നിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേരിടുമ്പോൾ നമ്മളുടെ എന്താണ് ശിവസ്ഥൽ എന്ന് പേരിട്ടിട്ട് നമ്മളൊരു സാധനം അവിടെ മൂണിൽ നമ്മളുടെ ചന്ദ്രനിൽ നമ്മളുടെ സാധനം അവിടെ ലാൻഡ് ചെയ്തപ്പോൾ അതിനൊരു പേരിട്ടപ്പോൾ അതും ഒരു ദൈവത്തിൻ്റെ പേരായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോലാഹലമായിരുന്നു. അപ്പോൾ ഈ പരിപാടി നിർത്തുക. എന്തായാലും ഒരു സമാധാനമുള്ളത് ഇഞ്ചാതി സാധനത്തിനൊന്നും കാക്കാമാർക്ക് പേര് അധികം ഉണ്ടാവില്ല. കാരണം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണല്ലോ. അത് ഓൾറെഡി 2 കഷ്ണാക്കി പിളർത്ത് വെച്ചിരിക്കുകയാണ് ചന്ദ്രനെ. അപ്പോൾ പിന്നെ അതിൽ വലിയ ചോദ്യമൊന്നും വരാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിച്ച് തൽക്കാലം നമ്മൾ സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ പറയുന്ന വിഷയത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്കത് അപ്പോൾ പറയാം. തൽക്കാലം അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.